നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? രാവിലെ തന്നെ പുഴയിൽ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ എല്ലാവരോടും ഒരുമിച്ച് നീന്തൽ പരിശീലനം ചെയ്യുന്നതാണ്, അതും സൗജന്യമായിട്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. വാ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറയണേ. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുവ ദേശംകടവിലാണ്. ഇവിടെ സൗജന്യമായിട്ട് ഒരു സജി സാറ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. അത് വർഷങ്ങളായി, ഇത്തവണ 16ാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് കാണിച്ചത്. ഇദ്ദേഹമാണ് സജി സാറ്. ഇദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നേരുന്നു. കാരണം എന്താണ് പറയുക, സൗജന്യമായിട്ട് ഇങ്ങനെ നീന്തൽ പരിശീലനം ഇതിപ്പോൾ 16ാമത്തെ കൊല്ലമാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഭാവിയിൽ നമുക്ക് സജി സാറിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ട്. അത് നമ്മൾ ഭാവിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നിപ്പോൾ കിട്ടിയത് വെച്ച് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും പോലെ 16ാമത്തെ കൊല്ലമായിരുന്നു ഈ 2024 നവംബർ തൊട്ട് മെയ് വരെയാണ് ഇതിൻ്റെ ക്ലാസ് ടൈമിങ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം ഇന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. രാവിലെ തന്നെ ഇവിടുത്തെ ക്ലാസ് ആരംഭിക്കുന്നത് രാവിലെ 5:30 എല്ലാവരും അവിടെ എത്തിയിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമാണ് സാറിന്. അതങ്ങനെ വേണം, കാരണം സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പോലെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെ പോയാലും നമ്മളെക്കാട്ടി ഇളയ ഒരാളാണെങ്കിൽ പോലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ മാനിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കാൻ പഠിക്കണം. പിന്നെ പറയുന്ന ടൈമിങ്ങൊക്കെ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഇതിപ്പോൾ രാവിലെ 5:30, ഇത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. നമുക്കൊരു 100 രൂപ അടക്കണം കേട്ടോ രജിസ്ട്രേഷന്. അതല്ലാതെ യാതൊരുവിധ ഫീസും അവർ മേടിക്കണില്ല. ബാക്കിയുള്ള സൗജന്യമായിട്ടാണ് ഈ സാറിൻ്റെ ഒപ്പം തന്നെ കട്ടക്ക് നിൽക്കണ കുറേ വാളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ട് ഇവിടെ പഠിച്ചവരും. പിന്നെ സാറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവണം അതിൽ. അവരെല്ലാവരും നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. ധൈര്യമായിട്ട് നമുക്ക് ആ പുഴയിൽ ഇറങ്ങാവുന്നതാണ്, ഒന്നും പേടിക്കേണ്ട. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പുതുതായി വരുന്ന പിള്ളേർ, ഇപ്പോൾ ഞങ്ങളും പുതുതായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും സെൽഫ് ഇൻട്രോ അല്ലെങ്കിൽ നമ്മൾ സ്വയം പരിചയപ്പെടുത്തണം മറ്റുള്ളവരെ. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഭയങ്കര എല്ലാവരും ഒരു ഫ്രണ്ട്ലി മൈൻഡാണ് അവിടെ. എല്ലാവരും ഇത് പഠിക്കാൻ വേണ്ടി വന്നേക്കണേയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റുഡൻസാണ്. പിന്നെ LKG UKG നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നവരെ ആ രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്, ഞാൻ പുറകെ പറയാം. പിന്നെ അതിനെക്കാട്ടി ഉപരി രാവിലെ ആലുവപ്പുഴയുടെ തീരത്ത് ഈ ഒരു കാഴ്ചയൊക്കെ സൂര്യോദയമൊക്കെ കണ്ടും കൊണ്ട് എന്താ പറയുക, ഒരു അരമണിക്കൂർ എക്സസൈസ് ശേഷം അദ്ദേഹം പറയണവരെ എല്ലാവരും ക്യൂ ആയിട്ട് പോയി അവരവരുടെ ഓരോ സെക്ഷനുണ്ട് LKG UKG എന്ന് പറഞ്ഞാൽ അതിലിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നു. ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേട്ടോ. വല്ലാത്തൊരു മൂഡാണ് അവിടെ. ഇത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇന്നാണ്. അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷനും മറ്റുമാണ് അവിടെ നടക്കണം. ഇവിടെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ സാറ് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഒരു ടെസ്റ്റ് കോച്ചിങ് ആണ്, ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക്. പിന്നെ ഈ കാണുന്ന ഇത് കണ്ട, ഇത് ഇങ്ങനെ തരംതിരിച്ച് വെച്ചാൽ ഇവർ ഡെയിലി അത് സെറ്റ് ചെയ്യും, ഡെയിലി അത് അഴിച്ചു മാറ്റും. ഈ വാളണ്ടിയേഴ്സും ലീഡേഴ്സും ആണ് കൂടുതലായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അവർ ചെയ്യണമെന്നല്ല, മറ്റുള്ളവരും അവരവരുടെ രീതി പോലെ. പിന്നെ സാറ് അവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഒപ്പം ടെസ്റ്റും നടത്തുന്നുണ്ട്. ഓരോ ഈ LKGയിലെ ഇത്ര ദിവസം ഓരോ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷം UKGയിലേക്ക് പോകണമെങ്കിൽ ആ ടെസ്റ്റ് നടത്തി പാസ്സായാലും മാത്രമേ അപ്പുറത്തേക്ക് കയറ്റുള്ളൂ. ഇത് ഓരോ സെക്ഷനാണ്. ആ പൈപ്പുകൾ തിരിച്ചേരണ്ട. LKG പ്രീ LKG ഉണ്ട്, LKG ഉണ്ട്, UKG, അങ്ങനെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞവരുണ്ട്. പിന്നെ ചിലവർക്ക് 4 ദിവസമൊക്കെ സെയിം ഒരു ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. അവരും വെള്ളത്തിലേക്ക് അവർ പറയേണ്ടെന്ന് ഇറക്കൂലിട്ടാവും. ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം വെള്ളത്തിലുള്ള കളിയൊക്കെ സൂക്ഷിക്കണം നമ്മൾ എപ്പോഴും. എവിടെ പോയാലും ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഏതെങ്കിലും ഏരിയയിൽ പോയി നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ അവിടെയുള്ള ആൾക്കാരുടെ അറിവ് വേണം. അത് മെയിനായിട്ട് പറയാൻ കാരണം നീന്തൽ അറിയാത്തതുകൊണ്ടാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടു പോയതാണ്. ഞാൻ ലൈവ് കണ്ടതാണത്. അപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ ഒരു ബോട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ എന്താണ് അവിടെ എന്ത് കാര്യത്തിനും അവർ കട്ടൊക്കെ ചുറ്റിലും ഉണ്ട്. അതുപോലെ ആംബുലൻസ് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു 100 രൂപ അവർ രജിസ്ട്രേഷൻ ഫീസ് മേടിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒന്നും വാങ്ങാനുള്ള സൗജന്യമായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ 16ാമത്തെ കൊല്ലമാണ് ഈ സാറിൻ്റെ. ഞാൻ പറഞ്ഞ അദ്ദേഹമായിരിക്കും ചിലപ്പോൾ ഒരു പുഴയിൽ ഇത്രയധികം പിള്ളേരെ ചിലപ്പോൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് ഇങ്ങനെ വിട്ടേക്കണം. അതും എന്താണ് കാലിന് സ്വാധീനക്കുറവുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ഇത് കുറച്ച് പേരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നോക്കിയിട്ടൊരു ഗിന്നസ് റെക്കോർഡ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത്രയധികം പിള്ളേരെ പുഴയിൽ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അത്രയും കൊല്ലത്തെ 16ാമത്തെ കൊല്ലമാണിത്. എന്തായാലും ഭാവിയിൽ അതും കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുമെന്ന് എനിക്കറിഞ്ഞിടാ. ആരെങ്കിലും ഞാനിത് പറയാൻ കാരണം എന്തെങ്കിലും ഒരു വഴി അദ്ദേഹത്തിന് അത് തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ ചെയ്തു കൊടുക്കട്ടെ എന്ന് ഓർത്തിട്ടും കൂടിയാണ് കേട്ടോ. അദ്ദേഹം അതൊന്നും കണ്ടിട്ട് ചെയ്യണ ആളല്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എല്ലാവരും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം.
ഇതുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പുറകെ കാണാം. അപ്പോൾ അതിനുവേണ്ടി പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും മുതിർന്നവരെല്ലാവരും ഉണ്ട്. ആ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഈ സ്റ്റേജൊക്കെ താൽക്കാലികമാണ്, ഇപ്പോൾ തന്നെ അയച്ച് അതൊക്കെ ഷെഡിലേക്ക് കയറ്റുകൊണ്ടാണ് എല്ലാവരും കൂടി കട്ടക്ക് ചെയ്യുന്നത്. അത് ഭംഗിയാക്കാൻ വേണ്ടി, ഈ ഒരു പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പുറത്താണെങ്കിൽ സാറ് അവിടെ കോച്ചിങ് കൊടുക്കുന്നത്. അത് അതിൻ്റെ ഒപ്പം ടെസ്റ്റ് നടത്തണുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരെ ഉണ്ടാവും നമ്മളെ വീക്ഷിക്കാനും. അതുപോലെ കുട്ടികളായിട്ട് വന്നവരെ നോക്കാൻ കുട്ടികളുടെ മാതാപിതാക്കൾ വന്നെ, അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫ്ലെക്സും ഡീറ്റെയിൽസ് ഫ്ലെക്സിൻ്റെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാക്കും. അത് നിങ്ങൾ അറിഞ്ഞിട്ട് വരുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പറും ഉണ്ട്, പിന്നെ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൈ നീട്ടി പിടിക്കുക, തല താത്തുക, കാലിങ്ങനെ നേരെ പിടിക്കുക, ഇങ്ങനെ നേരെ പിടിക്കുക, പുറയിലേക്ക് 2 കാലും ചേർത്ത് പിടിക്കുക, ശ്വാസം വലിക്കുക, ഒരിക്കലും വെള്ളത്തിൽ താങ്ങൂല. ശ്വാസം വലിച്ച് കുതിച്ച് ഒരൊറ്റ ചാട്ടം, നേരെ കിടക്കണം, നിവർന്ന് കിടക്കണം. ഇതൊക്കെ ഈ ഒരു ക്ലിപ്പ് എൻ്റെ ഫ്രണ്ട് ഷെജിനെ അടുത്താണ് ഞാൻ ചോദിച്ച് മേടിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. അതിൻ്റെ 2-3 ക്ലിപ്പ് കൂടി കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ സാറ് അദ്ദേഹം ഈ പരിശീലനം കഴിഞ്ഞിട്ട്, നീന്തൽ പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെടിയൊക്കെ നട്ട് അവിടെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അദ്ദേഹം തന്നെ പറയേണ്ടത് നമുക്ക് കേൾക്കാം. അതുപോലെ എന്താണ്, ഞങ്ങൾ ഇത്തിരി നേരത്തെ പോകുന്നത്, ഞങ്ങൾക്ക് വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് 2 ദിവസം ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. ഇത് അതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഷെജിൻ്റെ അടുത്ത് തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റും. എന്തിനാണ് കാണിച്ചതെന്ന് ഞാൻ തൊട്ട് പറയാം. ആദ്യം ഇതൊന്ന് കേൾക്ക്. ഇവിടെ നമ്മൾ ചെടി നട്ട് നല്ല നമ്മുടെ സ്വിമ്മിങ് സ്ഥലം മുഴുവൻ പൂന്തോട്ടം കൂടി ആക്കും. കര പൂന്തോട്ടം, പുഴയിൽ സ്വിമ്മിങ് പൂളും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോഴത്തെ ഇലച്ചെടികൾ ആരുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുവന്ന് സഹായിക്കുക. പിന്നെ ഇതുപോലത്തെ ബക്കറ്റില്ലേ, ഇത് ബക്കറ്റ്, പെയിൻറ്റിങ് ബക്കറ്റുകൾ കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം ഒരു 50 എണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഉള്ളവർ ഓരോന്ന് കൊണ്ടുവരിക എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നട്ട് ചെടി പരിപാലിക്കാം. ഇതാണ് നമ്മുടെ നമുക്ക് വീഡിയോ എടുത്തു തന്ന ഷെജിനെ കേട്ടോ. ആളെ കൂടെ ഒന്ന് കാണിച്ചേട്ടെ. പിന്നെ ഒരാൾ വന്ന് നേരെ പുഴയിലേക്ക് നടക്കൂല, കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ ഫ്ലെക്സിൽ വെച്ചാണ്. ഇപ്പോൾ കൊച്ചിന് കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ അമ്മ ആരെങ്കിലും കൂടെ വേണം. അവർ ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കേണ്ട വരും കൊച്ചിൻ്റെ. അപ്പം ലീഡേഴ്സൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഒരു കണ്ണും കൂടി അവിടെ വേണം. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യങ്ങളാണ്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എക്സസൈസ് അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടല്ലോ, ഒരു ലൈൻ തിരിച്ചിട്ടുണ്ട്. LKG പിള്ളേർ, UKG പിള്ളേർ. അപ്പോൾ ആ ലൈനിൽ തന്നെ നിന്നോളാം, അല്ലെങ്കിൽ സാറ് പ്രശ്നം ഉണ്ടാക്കും. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫ്ലെക്സിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ ആഡ് ചെയ്താണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾക്ക് അത് വായിച്ചു വാങ്ങാൻ സാധിക്കും. അതിന് വേണ്ടി ഒന്ന് കാണിച്ചാണ്. അതുപോലെ ഇതുണ്ട്, വേറെയും കുറച്ച് നിബന്ധനകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് അയ്യോ ഇത് സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ് പോകേണ്ട, സാർ അത്ര ക്രൂരനൊന്നുമല്ല. അത് ഒരു വിദ്യ പഠിപ്പിക്കുമ്പോൾ ഏതിനൊരു അച്ചടക്കമൊക്കെ വേണമെന്ന് പറയില്ല, അങ്ങനെ വേണം. അത് നല്ല കാര്യമാണ്. അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റുകാരണം വേണ്ട നിങ്ങൾക്ക് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പേര് വന്ന് സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. അതായത് കാലിന് സ്വാധീന പ്രശ്നമുണ്ട് അല്ലേ? പോളിയോ ബാധിച്ചു 2 കാലിനും തളർന്നു പോയതാണല്ലേ? കാലിന് 2ഉം സ്വാധീനക്കുറവുണ്ട്, പോളിയോ ബാധിച്ച്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ യാദൃശ്യമായിട്ട് രതീഷേട്ടനെ പരിചയപ്പെടാൻ പറ്റി. രതീഷേട്ടാ, എന്താണ് അച്ചീവ് ചെയ്തതെന്ന് പറയാമോ? എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു പുഴയിൽ വെള്ളത്തിലൊന്ന് ഇറങ്ങിയിരിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് കാലുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സജീവ് വളശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ പരിചയപ്പെടുന്നത്. സാറിനോട് ഒന്ന് ചോദിച്ചു, സാറ് പറഞ്ഞു വരുവാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ വന്ന് സാറ് പഠിപ്പിച്ചു, നീന്തൽ പഠിപ്പിച്ചു 22 ദിവസം കൊണ്ട്. അത് കൈകൊണ്ട് മാത്രം നീന്താൻ പറ്റുള്ളൂ. അത് സാറ് ആദ്യം പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് നമ്മൾ 22 ദിവസം കൊണ്ട് നീന്തൽ പഠിച്ച് ആലുവ പെരിയാറ് 1.5 കിലോമീറ്റർ, അതായത് നമ്മുടെ ആശ്രമം കടവിൽ നിന്ന് മണപ്പുറം ദേശം കടവിലേക്ക് നീന്തി 1.5 കിലോമീറ്റർ നീന്തി ക്രോസ് ചെയ്തു. കേൾക്കാനൊക്കെ ഒരു പഞ്ചുണ്ട് അല്ല? ആൾക്ക് 2 കാലിൻ്റെ ഈ സ്വാധീനക്കുറവുണ്ട്. ഇവിടെ നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് പറ്റിയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചെയ്തത് എന്തിൽ കൂടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് വെച്ചാൽ എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തും എപ്പോഴും സാധിക്കും. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സാണല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടു. താങ്ക് യു. കയാക്കിങ്ങും മറ്റും വെള്ളത്തിലേക്ക് ഇറക്കുന്നതാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇത്തവണത്തെ ഈ പ്രാക്ടീസ് സെക്ഷൻ്റെ, അതായത് നവംബർ തൊട്ട് മെയ് വരെ ഉള്ളതിൻ്റെ. അപ്പോൾ
ഇന്ന് വിശിഷ്ട അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം വർക്കിനെ ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പോന്നിരുന്നു. എന്നാലും നിങ്ങൾ അറിയേണ്ടതും അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പ്രസംഗിക്കുന്നതും മറ്റതൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും കവർ ചെയ്യാഞ്ഞതിൻ്റെ കാരണം അതാണെന്നും കൂടി അഡ്വാൻസ് ചെയ്യാൻ പറഞ്ഞാണ്. പിന്നെ ഇത് ഈ മാതാപിതാക്കളൊക്കെ ഇരിക്കുന്നത് കുട്ടികളെ നോക്കാനും ഇതിനൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ എന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിള്ളേരും മുതിർന്നവരും എല്ലാവരും ഉണ്ട്. ഒരേ സെക്ഷനായിട്ടാണ് LKG UKG അങ്ങനെ തരംതിരിച്ചേക്കണേണ്. അപ്പുറത്ത് സാറ് ഇതേ ടെസ്റ്റ് നടത്തുന്നുണ്ട്. എല്ലാവരും പിടിച്ചിരുത്തിയിട്ടാണ് ടെസ്റ്റ് നടത്താറ്. കാരണം മറ്റുള്ളവർ അഡ്വാൻസ് ഇത് കണ്ട് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പിന്നെ സാറ് ഓരോ ദിവസവും എന്താണ് ടെസ്റ്റ് നടത്താറുണ്ടത് കഴിയണവരെ. ഇപ്പോൾ നമുക്കൊരു 4 ദിവസം ഒരു ഇന്ന സാധനം പ്രാക്ടീസ് ചെയ്യാൻ തന്നാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ടെസ്റ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ ടെസ്റ്റും വരും. അപ്പോൾ ഡെയിലി പുതിയ ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ പുതിയത് വരുന്നുണ്ട്. ഇനി നിങ്ങളതിനൊരു രസകരമായ ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരാളെ കളിയാക്കണം എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഞാൻ ആ കുട്ടീനോട് അല്ലെങ്കിൽ ആ ലേഡിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഇടുന്നത് കേട്ടോ. കാരണം ആ പുള്ളിക്കാർ ആ ഒരു സ്പിരിറ്റിലെടുത്തത്. അപ്പോൾ ഇട്ടോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഇടണേണ്ട, അല്ലാണ്ട് കളിയാക്കണല്ല കേട്ടോ. ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നിട്ട് പല ആളുകളുടെ മുഖം ഇങ്ങനെ ചേർന്ന് 20 പേര് നിന്നിട്ടാണ് ഇവിടെ നീന്തൽ പഠിക്കുന്നത്. അപ്പം നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ മുഖം മാന്തി പറിച്ചു. അത് പല കംപ്ലൈൻറ്റുകളും വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നഖം പറ്റുന്നത്. അതാണ് നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ട് നഖം വളർത്തിക്കുക ആര് വേണേലും. പിന്നെ ഈ നീന്തി വരുന്ന കുട്ടികളെ കണ്ട് ഇവരെയൊക്കെ നിങ്ങൾ ശരിക്കും അറിയേണ്ടതാണ്, അല്ലെങ്കിൽ അറിയപ്പെടേണ്ട പിള്ളേരാണ് അവർ. 16 ഗേൾസ് ഈ പുഴ എന്താണ് കൈകാലുകൾ ബന്ധിച്ചിട്ട് 780 മീറ്റർ കുറുകെ ക്രോസ് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് ഇന്ന് യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിന് സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതുപോലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഈ കൊല്ലം 5 വയസ്സുള്ള 2 കുട്ടികൾ കൂടി ഇത് നീന്തി കടന്നിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഇത് കണ്ടല്ലോ അല്ലേ, ഇപ്പോൾ അടുത്തത് നടക്കാൻ പോണ നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നടക്കാൻ പോണെയാണ് ഈ കൊല്ലത്തെ. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊന്ന് പോയിട്ടാവാം അവരെ പരിചയപ്പെടുത്തുന്നത്. അത് സാറും എന്നെ പരിചയപ്പെടുത്തും. അപ്പോൾ അതൊന്ന് നമുക്ക് കാണുന്നതിന് മുന്നേ നമുക്ക് സാറ് എന്താണ് പറയുക, ഇത്തിരി സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിലും, ഇത്തിരി അല്ല കൂടുതൽ സ്ട്രിക്റ്റ് ആണെങ്കിലും സാർ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രം മതി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ട്രെയില്, ഇനി ഒറിജിനല് കുഞ്ഞുമക്കളെ നമ്മള് ഫ്ലാഗ് ഓഫ് ചെയ്യണ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നമ്മുടെ ഈ വർഷത്തെ നീന്തൽ കൊണ്ടുപോകുന്നത്. അതിന് നമുക്ക് കിട്ടുന്ന വളരെ അനുഗ്രഹീത ദിവസമാണ്. ഒളിമ്പ്യനെ കിട്ടിയത്, മേഴ്സിക്കുട്ടനെ കിട്ടിയത് നമ്മൾ നല്ല അനുഗ്രഹമുള്ള ആളുകളാണ്. ഔദ്യോഗികമായി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ശ്രീമതി മേഴ്സിക്കുട്ടി മാഡം ക്ഷണിക്കുന്നു. നല്ല കൈയ്യോട് കൊടുക്കാം. ഇവിടെയുള്ളവരെല്ലാരും കൂടിയല്ലേ മൈക്ക് വേണോ? സ്പോർട്സുകാരല്ലേ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എന്റെ നമസ്കാരം. സംബോധന ചെയ്യുന്നില്ല, കാര്യം നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥാനത്ത് ഇരുന്നും നമ്മൾ സ്പോർട്സ് ഇതൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പേരൻസ് ഇവരെല്ലാവരും കൂടി ഒത്തൊരുമ, ഇതൊരു സൗഹാർദ്ദമായിട്ടുള്ളൊരു നീന്തൽ നടക്കുന്നതാണ് ഇതിവിടെ. അപ്പം നമ്മളുടെ സേഫ്, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും മുങ്ങി മരിക്കുകയാണ്, പല സ്ഥലത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും കുട്ടികളിപ്പോൾ സേഫ് അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പേരൻസും, ഇപ്പം ഞാൻ പറഞ്ഞു 18 വയസ്സുള്ള പേരൻസ് ഇവിടെ വരണം എന്നാണ് കമ്പൽസറി ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും
തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ മാത്രമല്ല എല്ലാവരെയും നമ്മൾ പ്രചോദനം എടുത്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരണം. ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങളുടെ സാർ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഇവിടെ ഇതിലുണ്ട് കൗൺസിലറുണ്ട്, അതേപോലെ ആസ്ട്രോമെഡിസിറ്റി, ഇന്ന് വേറെ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടതോടത്തോളൂ. ഇത്രയും നന്നായിട്ട് നമ്മുടെ ഇതിൻ്റെ ലീഡേഴ്സ് പലരും ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് നല്ലൊരു തുടക്കമാണ്. ഇത് തുടങ്ങിയിട്ട് 10-15 വർഷമായെന്നാണ് ഞാൻ ഇത് കാണാറുണ്ട്. പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റിയില്ല. ഇപ്പം ഈ ഒരു സാഹചര്യം എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വരാം. ഇന്നൊരു ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഞാൻ എവിടെയും പോകാറില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വരണമെന്ന് നിർത്താൻ പാടില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വരുന്ന തലമുറയ്ക്കും നിങ്ങളൊരു പ്രയോജനമാണ് ഇതിന് വേണ്ടിയിട്ട്. കാര്യം നമ്മളുടെ ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ കണക്കാക്കുന്നതിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, സ്പോർട്സ് ഈസ് വേ ഓഫ് ലൈഫ്. നമ്മൾ അതൊരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ പലരും അറിയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊട്ടാകെ ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ഏരിയയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നുള്ള കുട്ടികളെ ഇനിയും കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു മഴ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ പേരൻസ് എന്ത് ചെയ്യുന്നു, ഉടനെ എടുത്ത് അകത്തോട്ട് ചെയ്യും. പണ്ട് കാലത്ത് അതൊന്നും അല്ലായിരുന്നു. നമ്മൾ മഴയത്താണ് കളിച്ചു വളരുന്നത്. മഴയത്ത് ഇപ്പോൾ ഇവിടെ വന്ന് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഹ്യൂമിനിറ്റി പവർ കൂടുകയുള്ളൂ. ഇവിടെ ഡോക്ടേഴ്സൊക്കെ നിൽപ്പുണ്ട്, ഹ്യൂമിനിറ്റി പവർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മഴയത്തും പിള്ളേരെ വിടണം, വെയിലത്തും വിടണം. ഒരു അസംബ്ലി നടന്നു കഴിഞ്ഞാൽ എന്താണ്, ഹാഫ് ആൻ അവർ കുട്ടികൾക്ക് അസംബ്ലി നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? തലയിറങ്ങി വീഴും. കുട്ടികളെല്ലാം ഇപ്പം എന്താണ്, ബോയിലർ ചിക്കനാണ്. കുട്ടികൾക്ക് ബോയിലർ ചിക്കനാണ് കുട്ടികളിപ്പം. അപ്പം നമ്മൾ അതിന് ഇൻസ്പിറേഷൻ കൊടുത്ത് കുട്ടികളെ നിങ്ങൾ അങ്ങോട്ട് വിടണം. സ്പോർട്സ് എന്നും പഠിത്തം ഒന്നും മാത്രമല്ല. രാവിലെയും വൈകുന്നേരം ട്യൂഷന് വിടുക. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വിചാരിച്ച പേരൻസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത്. കുട്ടികളെ ഒരു മാർഗനിർദ്ദേശം കൊടുത്തിട്ട് മുന്നോട്ട് വരും. ഇപ്പം പേരൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അവർക്ക് രണ്ടുപേരും കാലിന് സ്വാധീനം കുറവുള്ളതുകൊണ്ടാണ് അവരെ പൊക്കിക്കൊണ്ട് പോകണേ. ഞാൻ രതീഷേട്ടനെ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ റമീസാണ് ഈ കാണുന്നത്, നിങ്ങളൊരു ഈ വിഷയത്തിൽ കാണുന്നത് റമീസാണ്. റമീസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റമീസും ഈ കായൽ കടക്കും, അത് ഗ്യാരണ്ടിയാണ്. സാറ് പഠിപ്പിച്ച് അത് നടന്നിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഇത്രയധികം ആൾക്കാരെ പഠിപ്പിച്ചിട്ട് സാറാണ്. പിന്നെ സാറ് പറയണ ഈ വാക്കുകളും കൂടി കേട്ടാൽ നമുക്ക് ഉപകാരപ്പെടും. അതിനാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാ കുട്ടികളും രക്ഷപ്പെടും വെള്ളത്തിൽ. നമ്മൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചാടി രക്ഷപ്പെടുത്താനും കഴിയും. അങ്ങനെ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിയും. ഇത് 15ാമത്തെ വർഷം കഴിഞ്ഞ് 16ാമത്തെ നീന്തലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വളരെ ചെറിയ രീതിയിലാണ് ഇത് ആരംഭിച്ചത്. 2 കുട്ടികൾ, എൻ്റെ കൂട്ടുകാരിലെ 2 കുട്ടികളായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് പടിപടിയായിട്ട് ഉയർന്നു. ഇപ്പം 1000 പേരിൽ മുകളിൽ ഒരു ദിവസത്തെ പഠിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാനുള്ള സാധിക്കും. ഇത് പൊതുജനം മൊത്തം അറിയണം ഇവിടെ ഇങ്ങനെ ഒരു നീന്തലുണ്ട്, അല്ലെങ്കിൽ നീന്തലിൻ്റെ പ്രാധാന്യം. ഇവിടെ രാവിലെ 5 മണിക്ക് 5:30 കൊണ്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും 1 മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിച്ചിട്ട് പോകാവുന്നുള്ളൂ. അപ്പം ഇന്ന് വളരെ എനിക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ മഹത് വ്യക്തികളെ കിട്ടിയത്.
എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ നീന്തലിൻ്റെ പ്രാധാന്യവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് നീന്തൽ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാ സുരക്ഷ ഒരുക്കിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പം ആർക്കും നീന്തൽ അറിയാൻ പാടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് വന്ന് പഠിക്കുക. പിന്നെ വൈകല്യമൊന്നും പ്രശ്നമല്ല, നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് വൈകല്യം പ്രശ്നമല്ല. 10 വൈകല്യമുള്ളവരെ ഈ 780 മീറ്റർ ആലുവ പെരിയാർ ഞാൻ നീന്തിച്ചിട്ടുണ്ട്. അതിലൊരാളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രതീഷ്. രതീഷിനെ അരയ്ക്ക് കീഴോട്ട് താഴ്ന്ന ആളാണ് രതീഷ് നിസ്സാര ദിവസം കൊണ്ട് ക്രോസ് ചെയ്ത ആളാണ്. ഇദ്ദേഹം റമീസ് ഈ വർഷം പഠിക്കാൻ വന്നേക്കുന്നതാണ്. ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ അരയ്ക്ക് താഴേക്കാണ് കംപ്ലൈൻറ്റ്. അപ്പം ഇത് നമുക്ക് കൈയും കാലും നല്ല കൈയും കാലും ദൈവം തന്നിട്ട് അത് വെറുതെ നമ്മൾ നശിപ്പിച്ച് ഈ 18കാരൻ ഇവിടെ മരിച്ചു പോയത് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ്. അപ്പം നീന്തൽ പഠിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം കൈയും കാലും ഒന്നും അല്ല ആവശ്യം, നീന്തൽ പഠിക്കണമെന്നൊരു നല്ല മനസ്സ് മാത്രം മതി. അത് പേരൻസിനാണ് ആദ്യം ജനിക്കേണ്ട ആ മനസ്സ്. അത് കഴിഞ്ഞിട്ട് കുട്ടികളിലേക്ക് അവർ പകർത്തണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. അപ്പം മാമിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. സുനീഷാണ് ഈ കടവ്. ഞാൻ കടവ് നഷ്ടപ്പെട്ട് കടവ് നഷ്ടപ്പെട്ട് ഞാൻ കറങ്ങി നടക്കുന്ന ഒരു ശക്തിയാണ്. 1000 പേരിലോ കൂടുതൽ എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇന്നസെന്റ് ഒരു സിനിമയിൽ തോട്ടിയും വടിയും കൊണ്ടുവരുന്ന കാര്യം, ഒരു സിനിമയിൽ ആനയില്ല, ആനയെ മേയ്ക്കാനുള്ള ഒരു തോട്ടിയും വടിയും ഇന്നസെന്റിന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു സിനിമയിൽ നമ്മൾ മുഴുവൻ നീളം കണ്ടതാണ്, ഗജകേസരിയോ. അതുപോലെ ഞാനിവിടെ ഈ ആലുവയുടെ പരിസരത്ത് ഒരു 3-4 കിലോമീറ്ററിൽ എവിടെ നമുക്ക് പഠിപ്പിക്കാം. അപ്പം ഞാൻ അവിടെ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്ഥലം നഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഇങ്ങനെ കറങ്ങി ഒത്തിരി ഇങ്ങനെ നടന്ന് അപ്പോൾ സുനീഷ് എന്നെ കൂടെ കൂട്ടി. സുനീഷ് പറഞ്ഞു എൻ്റെ വാർഡിൽ നല്ലൊരു സ്ഥലമുണ്ട് ചേട്ടാ നമുക്ക്. അപ്പോൾ ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ സുനീഷും വൈഫും നീന്തി കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിക്കാൻ വന്നതാണ്. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ സുനീഷ് നമ്മുടെ കൂടെ കൂട്ടി ഇവിടെ വന്ന നല്ലൊരു കടവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഈ കടവ് തന്നത് സുനീഷാണ്. നമ്മുടെ ഇന്നത്തെ വേറൊരു പ്രത്യേക അതിഥിയാണ് ഐശ്വര്യ. മെഡിക്കൽ ടീമിന്റെ സപ്പോർട്ട് നമുക്കുണ്ടെന്നുള്ളത് തെളിയിച്ചതാണ് ഇന്ന് ഐശ്വര്യ മേഡം. ഇനി ഏറ്റവും ഈ വർഷം നീന്തി കടന്ന ചെറിയ കുഞ്ഞു കുട്ടികളുണ്ട്. ആ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞത് 5 വയസ്സുകാർ, 5000 വയസ്സും. ഇവര് 2 പേരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചതാണ്. ഏറ്റവും ചെറിയ ഇവരെല്ലാം അനുമോദിക്കുന്ന ടൈമിൽ ഞാൻ ഉണ്ടായില്ല, എനിക്ക് വർക്കായിട്ട് ബിസി ആയിട്ട് ഇങ്ങോട്ട് പോന്നിരുന്നു. ഈ ഫോട്ടോയിൽ ഇപ്പോൾ സാറുണ്ട്, വിശിഷ്ട അതിഥികളുണ്ട്, പിന്നെ റമീസും രതീഷും ഉണ്ട് പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ ആ 5 വയസ്സുള്ള 2 കുട്ടികൾ, പിന്നെ 16 വയസ്സുള്ള യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സമ്മാനിക്കുന്ന ദിവസം കൂടി ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പിള്ളേരും ഉണ്ട്. കൈകാലുകൾ ബന്ധിച്ചിട്ടിട്ട് ആ പുഴ ക്രോസ് ചെയ്ത ആ പിള്ളേരും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ നവംബർ തൊട്ട് മെയ് വരെയാണ് ഈ ഒരു കാലാവധി സൗജന്യ നീന്തൽ പരിശീലനത്തിൻ്റെ. ആരും മിസ് ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു ഓഫർ നമുക്ക് സാറ് തന്നിട്ട് അത് മിസ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്ര പേര് വന്നാലും അവിടെ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന് ആൾക്കാർ കൂടുതൽ വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. നല്ല പോസിറ്റീവ് മൈൻഡാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്കും പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.